ഹലോ, ഇപ്പം ഞാനിന്നൊരു സൂപ്പർ ടേസ്റ്റി ഫുഡ് കാണിച്ചു തരാം കേട്ടോ. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മെക്സിക്കൻ ടാക്കോസ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഇന്ത്യൻ ടാക്കോസ് ആണെന്ന് വിചാരിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആട്ട എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മിക്സ് ഹെർബ് ഇല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ കുറച്ച് ഒറിഗാനോ ആയിട്ടിട്ട് നല്ലപോലെ കുഴച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഉരുട്ടിയെടുത്ത് കുറച്ച് നേരം മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് ഉണക്കമുളക് അതിനകത്തിട്ട് നല്ലപോലെ വറുത്തെടുത്ത് മാറ്റി വെക്കണം. നമ്മുടെ പിള്ളേർക്ക് പിന്നെ കുറച്ച് ചീസും ടൊമാറ്റോ സോസൊക്കെ ഇട്ട് ഫുഡ് കൊടുത്താൽ എന്ത് വേണേലും കഴിച്ചോളും. പിന്നെ അതേ പാനിലോട്ട് തന്നെ സവോള ഇട്ട് നല്ലപോലെ വഴറ്റണം. നല്ലപോലെ സവോള ബ്രൗൺ കളറായി കഴിയുമ്പോൾ വഴറ്റി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആലുവാണ്, ഉരുളൻകിഴങ്ങ്. നല്ലപോലെ വേവിച്ചെടുത്ത് ഉരുളൻകിഴങ്ങ് കൈകൊണ്ട് നല്ലപോലെ മെഷ് ചെയ്ത് പൊടിച്ചെടുത്ത് അതേ പാനിലേക്ക് ഇട്ടിട്ട് പിന്നീട് കുറച്ച് മിക്സ് ഹെർബ് ഇല്ലെങ്കിൽ ഒറിഗാനോ ഇടുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ചാറ്റ് മസാലയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകില്ലേ, അതും കൂടെ നന്നായിട്ട് തിരുമ്മി പൊടിച്ചങ്ങ് ചേർക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ ചെറിയ മുറി പിഴിഞ്ഞങ്ങ് ചേർക്കുക. അതങ്ങ് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ മിക്സ്. പിന്നെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവെടുത്ത് ചെറിയ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ വരത്തി എടുത്തിട്ട് ഇതുപോലെ പാനിലിട്ട് രണ്ട് വശവും നഖവും പുറമൊക്കെ അത്യാവശ്യം പൊള്ളിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് വേവിക്കണ്ട കേട്ടോ. ഒരു തുണിയിട്ട് ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നോളും. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ്, ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് തന്നെ, പിന്നെ അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് ഉപയോഗിക്കാം കേട്ടോ. അതിന് മുകളിൽ കുറച്ച് ചീസ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആലുവിൻ്റെ മിക്സ്, വീണ്ടും കുറച്ച് ചീസ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്താൽ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു ടാക്കോസിൻ്റെ രൂപമൊക്കെ ഇല്ലേ. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഈ ചപ്പാത്തി അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണേ.